ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവവചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഹല്ലേലൂയ അത് വായിക്കുന്നവനും എന്തായിരിക്കും? അനുഗ്രഹമായി തീരുക. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 55 അധ്യായത്തിൻ്റെ 17. സങ്കീർത്തനങ്ങൾ 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണല്ലോ 55-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ഈ ഒരു സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഒരു നിശ്ചയം, അല്ലെങ്കിൽ ദാവീദ് ജീവിതത്തിൽ ഓരോ കഷ്ടതകൾ വരുമ്പോൾ ദാവീദ് എന്ത് ചെയ്യും? ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഹല്ലേലൂയ. അതായത് ഒരു യഹോവ ഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളാണ് അവൻ്റെ ജീവിതത്തിൽ അതെന്ത് ചെയ്യും? ദൈവത്തോട് കുറേ തീരുമാനങ്ങൾ എടുക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിലൊരു തീരുമാനമാണ് ഞാൻ ഈ എടുക്കുന്ന ഈ വീഡിയോസുകൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതിനെ തുടർന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുവാനൊക്കെയും വചനം സംസാരിക്കുകയൊക്കെയും കൃപ ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് ഒരു ദിവസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. വൈകിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പലപ്പോഴും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആയി തീർന്നിട്ടില്ലായിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ഒരു വചനത്തിൽ നമ്മൾ ആദ്യമൊക്കെയും വായിക്കുമ്പോൾ അതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ തന്നെ 5-ാമത്തെ വചനം കണ്ടു. ഭയവും വിറയലും ആരമേൽ പിടിച്ചിരുന്നു ദാവീദിന്. വളരെ ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെയാണ് ദാവീദ് ഈ ഒരു സങ്കീർത്തനത്തിൽ ആദ്യമൊക്കെയും പറയുന്നത്, അല്ലേ? കഷ്ടവും സങ്കടവും പരിഭ്രമവും എന്നെ പിടിച്ചുപോയി. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അതിൻ്റെ 55:6 പറയുന്നത് എന്താണ്? പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ട്. അതായത് ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ചിറകുകളുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ ഞാനൊന്ന് ഓടി ഒളിച്ചാനെ എന്ന് ദാവീദ് ഇങ്ങനെ പറയാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കഷ്ടങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇല്ലാണ്ടായാൽ മതിയായിരുന്നു, അല്ലേ? നമ്മൾ ചിന്തിച്ചു പോകുന്നവരാണല്ലേ. ഇതിൽ നിന്ന് എനിക്കൊന്ന് ഒളിച്ചോടിയാൽ മതിയാന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ താഴേക്കൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ദാവീദ് ദൈവത്തോട് എന്ത് ചെയ്യുക? വിളിച്ചപേക്ഷിക്കുകയാണ്. 16 പറയാണ്, ഞാനോ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. യഹോവ എന്നെ രക്ഷിക്കും എന്നിട്ട് അവനൊരു ഉറപ്പ് അവിടെ നമുക്ക് കാണുവാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം തൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തോട് ബോധിപ്പിച്ച് കരയും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മുടെ കഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ മറ്റുള്ളവരെ എന്ത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അവർക്ക് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു പരിധിയില്ലാതെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ ഉള്ളത്തെ പകരുന്നുവെങ്കിൽ നിന്റെ കഷ്ടതയെ ദൈവത്തെ എന്ത് ചെയ്യുക? ബോധിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവമേ ഇന്നിന്ന കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നീ അതിനെ ബോധിപ്പിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ദൈവസ്ഥാനത്ത് നീ കരയുന്നുവെങ്കിൽ മറുപടി കിട്ടാതെ പോവുകയില്ല ഒരു വിഷയത്തിൻ്റെ നടുവിൽ. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ നമുക്കറിയാം ദാനിയേലിനെ കുറിച്ച്. ഹല്ലേലൂയ. ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ 6-ാം അധ്യായത്തിൻ്റെ 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അവനെതിരെ രാജാവ് രേഖയും വിരോധ കൽപ്പന എഴുതി വെച്ചു. ചില മുദ്രകൾ ആ യഹോവ ഭക്തനെതിരെ എന്ത് ചെയ്തു? എഴുതുവാനിടയായി തീർന്നു. ചില നിയമങ്ങൾ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ നിയമങ്ങൾ അവന് എഗെയിൻസ്റ്റായി വന്ന സമയത്ത് അത് കേട്ട പാടെ എന്ത് ചെയ്തു? ദാനിയേൽ അവിടെ പേടിച്ച് വിറച്ച് നിന്നില്ല. ദൈവമക്കളെ, അയ്യോ ഈ ഒരു കഷ്ടത എന്നെ കൊണ്ടുപോയി, ഇതിൽ ഞാൻ വീണുപോയി, ഇതിൽ ഞാൻ മുങ്ങിപ്പോയി എന്നും പറഞ്ഞ് ദാനിയേൽ അവിടെ കൊണ്ടിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നില്ല. ദാനിയേൽ എന്തു ചെയ്തു? ഹല്ലേലൂയ. അവനെതിരെ പുറപ്പെട്ട ആ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിൻ്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. അപ്പം നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്ന എന്താണ്? ദിവസം 3 വട്ടം മുട്ടുകുത്തിയ ഒരു യഹോവ പൈതലായ ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആ ഒരു പ്രശ്നം വന്ന ഉടനെ
ഓടിച്ചെല്ലും. എവിടെയാണ് ഓടിച്ചെല്ലുന്നത്? എനിക്കൊരു സങ്കേതമുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു ഞാൻ ചെന്ന് പാർക്കുക, എനിക്ക് ഒളിച്ചിരിക്കുവാൻ എൻ്റെ ഒരു സങ്കേതമാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തിൻ്റെ തണലിലേക്ക് ദാനിയേൽ എന്തുവാണ്? ഓടിച്ചെന്ന് അവിടെ ഇരിക്കുവാണ്. ഹല്ലേലൂയ. അവിടെ മുട്ടുകുത്തി എന്നും അവിടെ ഒരു ഉപവാസം സ്പെഷ്യലായിട്ട് ദാനിയേൽ എടുത്തോ? ഇല്ല, ഇല്ലെന്നാണ് അവിടെ നമുക്ക് സാധാ എല്ലാ ദിവസവും പതിവായി ചെയ്യുന്ന കാര്യമാണ് ദാനിയേൽ അവിടെ ചെയ്തല്ലേ. അവിടെ ചെന്ന് എന്ത് ചെയ്തു? ദൈവസന്നിധി ഇരുന്ന് മുട്ടുകുത്തി തൻ്റെ കാര്യം ദൈവത്തോട് അറിയിച്ചു. ഇതിന് എക്സാമ്പിൾ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ സമയത്തിൻ്റെ പരിധികൾ കൊണ്ട് നമുക്ക് ഇന്ന് ദാനിയേലിനെ കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. തനിക്കെതിരെ പുറപ്പെട്ട രേഖ വന്നപ്പോൾ എന്ത് ചെയ്തു? ദാനിയേൽ ഉറപ്പോടുകൂടെ ഹല്ലേലൂയ യഹോവ എന്ന സങ്കേതത്തിലേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന്. ഹല്ലേലൂയ. സ്തോത്ര. അതേ ദൈവമക്കളെ, നമുക്കുണ്ടാകുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതയുടെ നടുവിലൂടെ നമ്മൾ നടക്കുമ്പോൾ സ്തോത്ര. സങ്കീർത്തനക്കാരൻ 18-ാം സങ്കീർത്തനം പറയാം, ബലമായ യഹോവേ നീ എൻ്റെ സങ്കേതമാവുന്നു, നീ എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ, എൻ്റെ ഗോപുരം എന്നൊക്കെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാരങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവസന്നിധി ഓടിച്ചെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് ഈ സന്നിധിയിൽ നിന്ന് എന്നെ ആരും എടുത്തിട്ട് പോയില്ലല്ലോ. ഒരു കഷ്ടത വന്നാലോ ഒരു ഭാരം വന്നാലോ ഈ ലോകക്കാർ അതും ഇതും കടന്നു പറയല്ലേ, ചുറ്റുമുള്ളവർ പലതും പറയും, അവരെന്നെ തള്ളി മാറ്റും. പക്ഷെ കർത്താവെ ദൈവസന്നിധിയിൽ നിന്ന് ആരും എനിക്ക് ഏറ്റവും തണലാണ് ഇവിടെ. ഹല്ലേലൂയ. തിരുവചനം നമുക്കറിയാം, 121 യഹോവ എൻ്റെ വലതുഭാഗത്ത് എനിക്ക് തണല. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമ്മൾ ഭാരങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും തണലാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ അരികത്തുണ്ട് അല്ലേ. കർത്താവ് നമ്മുടെ അരികത്തുണ്ട്. അവൻ നമ്മുടെ എന്താണ്? അവൻ നമ്മുടെ തണലാണ്. ദൈവമക്കളെ, നമുക്ക് ചെന്ന് അഭയം പ്രാപിക്കാം അല്ലേ. നമ്മളിപ്പം വളരെ ചൂടുള്ള സമയങ്ങളിൽ വളരെ ചൂടിൻ്റെ അനുഭവങ്ങളിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു മരമുള്ള തണൽ അല്ല, ഒരു തണൽ എല്ലാവരും ആഗ്രഹിക്കുകയാണ് അല്ലേ. അതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ തുടർന്ന് വരുമ്പോൾ വളരെ കഷ്ടങ്ങളിലൂടെ ഹാർഡ് വർക്കൊക്കെയും കഴിഞ്ഞ് ഏറ്റവും ഒരു അവസാനം ഒന്ന് വിശ്രമിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ. ഒരു പകുതി ഏജൊക്കെ ആകുമ്പോൾ ഒന്ന് സെറ്റിലാവണം, ഒന്ന് വിശ്രമിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ ചുടുവെയിൽ പോലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്തോത്ര. ഹല്ലേലൂയ. എനിക്ക് എവിടെയെങ്കിലും പോയി ഒരു ആശ്രയം വേണം, എനിക്ക് എവിടെയെങ്കിലും പോയി അല്പസമയം വിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എവിടെ എനിക്കൊരു ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. സ്തോത്ര. യോബ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ഒരു വചനമുണ്ട്, അവൻ നമ്മളെ അധര സ്വാതന്ത്ര്യം കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെല്ലാം അറിയുന്നവനാണ്. എങ്കിൽ നമുക്ക് വരുന്ന കഷ്ടത അവൻ അറിയുന്നില്ലേ? അറിയൂ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ആ തണലിലേക്ക് നീ അടുത്തു വരിക. നീ നിന്റെ കഷ്ടതകൾ, നിന്റെ ന്യായങ്ങൾ എൻ്റെ ദൈവസന്നിധി പറയാം. നമ്മുടെ ന്യായങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികൾ മനുഷ്യർ കണ്ടെന്ന് വരികയില്ല. സ്തോത്രം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തകൾ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ദൈവസന്നിധി നീ ഇറക്കി വയ്ക്കുക. ഹല്ലേലൂയ. ആ ക്രിസ്തു എന്ന തണലിലേക്ക് നീ അടുത്തു വരിക. ഹല്ലേലൂയ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിന്റെ കാര്യം നീ ദൈവത്തെ ബോധിപ്പിക്കുക. ഹല്ലേലൂയ. ആ സർവശക്തനായ യഹോവയിലേക്ക് നിന്റെ കാര്യങ്ങളെ വെക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ഭാരങ്ങൾ ഇവിടെ ദാനിയേൽ ചെയ്തതുപോലെ നമ്മൾ ഒരു പ്രയാസം കേൾക്കുമ്പോൾ, ഒരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ, അല്ല നമുക്കെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യരുത്? തളർന്നു പോകരുത്. ദൈവമക്കളെ, എനിക്കൊരു സങ്കേതമുണ്ട് എന്നും പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് ഓടി വരിക. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. നമ്മളെ രണ്ട് കൈ നീട്ടി നമ്മളെ മാറോട് ചേർക്കുന്ന ഒരു ദൈവ സ്നേഹം നമ്മളെ കാത്തിരിപ്പുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് നിരസിച്ചുകൊണ്ട് സ്തോത്രം മറ്റു പലരിലേക്ക് നമ്മൾ ആശ്വാസത്തിലേക്ക് പോവുകയാണ്, ഓടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ ശ്രദ്ധ വെക്കാതെ വണ്ണം, ദൈവത്തിൻ്റെ വചനങ്ങളെ നോക്കാതെ വണ്ണം ഹല്ലേലൂയ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല ആശ്വാസങ്ങൾ ലഭിക്കുമെന്ന്, പക്ഷേ താൽക്കാലികമായിട്ട് ലഭിച്ചേക്കാം. പക്ഷെ അതൊന്നും സ്തോത്രം പെർമനൻ്റ് അല്ല. പക്ഷെ നമുക്ക് അവസാനം വരെയും ഒരിക്കലും
ഒരിക്കലും തീർന്നു പോകാത്ത ആശ്വാസങ്ങളുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആശ്വാസപ്രദനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങനെ ഒരു അപ്പനെയാണ് ദൈവമക്കളെ നമുക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. അവൻ സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ വായിച്ചതുപോലെ ഈ നാളുകളിൽ എന്ത് വന്നാലും കർത്താവിൻ്റെ സന്നിധി നീ മുട്ടുകൂത്തുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവയുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നീ മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ആമേൻ സ്തോത്ര. അപ്പച്ചനോട് നീ എല്ലാ കാര്യങ്ങളും പറ. ഇന്ന കാര്യങ്ങളാണ് സകലതും നീ ബോധിപ്പിക്കുക. യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി യഹോവ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുവല്ലോ, നീ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ഉള്ളവൻ ഈ ലോകത്തേക്കാൾ ഉള്ളവനേക്കാൾ വലിയവനാണ്. അവൻ നിന്നെ സഹായിക്കുകയും അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തരികയും ചെയ്യും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സഹായിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ആ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മൾ ഈ നാളുകൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രാർത്ഥന എന്ന അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം മാറിക്കിടക്കുവാണ്. ഈ സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ പോലെ കഴിയാത്ത വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ ആമേൻ സ്തോത്ര. പ്രാർത്ഥനാ ജീവിതം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വ്യക്തി ജീവിതം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്ര, ഈ ദൈവവചനം നിങ്ങളോടാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതിൻ്റെ എന്ത് ചെയ്യുക? സമയങ്ങൾ ദൈവസന്നിധി വേർതിരിച്ചു വെക്കുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുക, നിൻ്റെ വിഷയങ്ങൾ ദൈവസന്നിധി ബോധിപ്പിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ വഴി നടത്തും. യഹോവയുടെ തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. എന്നെ കാത്തിരിക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര. ആ ദൈവമുഖത്തേക്ക് നോക്കി നമ്മുടെ കാര്യങ്ങളെ ദൈവസന്നിധി എന്ത് ചെയ്യും? ഏൽപ്പിച്ചു കൊടുക്കുക. യഹോവ നമ്മളെ എന്ത് ചെയ്യും? വിടുവിക്കും. യഹോവ നമ്മെ സഹായിക്കും. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഹല്ലേലൂയ. പ്രാർത്ഥനാശീലങ്ങൾ ഉള്ളവരായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തരും ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം.